بسم الله الرحمن الرحيم. أما بعد. പ്രിയമുള്ള വിശ്വാസികളെ, വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ തുടക്കത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിശക്കുന്ന വയറും ആത്മീയത ലഭിക്കാത്ത ആത്മാവും ഒരുപോലെയാണ്. ശരീരത്തിന് ഭക്ഷണം പരിഹാരവും ആശ്വാസവുമാണെങ്കിൽ ആത്മാവിന് ആത്മീയത ആശ്വാസവും ആനന്ദവുമാണ്. ശരീരത്തെ തീറ്റിപ്പോറ്റുന്ന കാര്യത്തിൽ ആവത് ശ്രമിച്ച നമ്മൾ ആത്മാവിന്റെ പരിപാലനത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് വിചിന്തനം നടത്തേണ്ട കാലയളവിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അതിനുള്ള വേദിയാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ടല്ലേ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരണമെന്ന്. ആധുനിക ശാസ്ത്രലോകം ഇത്രത്തോളം പുരോഗതികൾ കൈവരിച്ചിട്ടും മനസ്സിന്റെ സ്ഥാനം ഇതുവരെ നിർണയിക്കാൻ സാധിച്ചിട്ടില്ല. പഠനങ്ങൾ പലതും ചിന്താകേന്ദ്രം മസ്തിഷ്കമാണെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിന്റെ സ്ഥാനം ഇതുവരെ നിർണയിക്കാൻ സാധിച്ചിട്ടില്ല. അറബ് റസൂൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പറഞ്ഞു വെച്ച സാരാംശങ്ങളിലേക്ക് ശാസ്ത്രലോകം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ഈ റമദാനിനെ നാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. വൃഥം മനുഷ്യനെ ശാരീരികമായും മാനസികമായും സ്ഫുടം ചെയ്യുന്ന ഒരു മഹായജ്ഞമാണ്. ഹൃദയങ്ങളുടെ ചാബല്യങ്ങളെ വലിച്ചെറിഞ്ഞും ശാരീരിക ദൗർബല്യങ്ങളെ ഉന്മൂലനം ചെയ്തും നോമ്പ് മനുഷ്യനെ പാകപ്പെടുത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയശുദ്ധിയാണ്. അത് മുളപൊട്ടുന്നത് തന്നെ ഹൃദയാന്തരങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തഖ്വ ഹാമുന എന്ന് ഹൃദയത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹു തഖ്വയെ കുറിച്ച് നിർവചിച്ചത് ഇങ്ങനെയാണ്: അൽ ഖൗഫ് മിനൽ ജലീൽ വൽ അമൽ ബിതൻസീൽ വറിദാ ബിൽ ഖലീൽ വൽഇസ്തിഅദാദ് യൗമിർ റഹീൽ. സൃഷ്ടാവായ നാഥനിലുള്ള ഭയം, ഖുർആൻ അനുസരിച്ചുള്ള ചെയ്തികൾ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ, മരണത്തിനു വേണ്ടി തയ്യാറാകൽ എന്നിങ്ങനെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതെല്ലാം ഹൃദയാധിഷ്ഠിതമാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ തഖ്വ ഉത്ഭവിക്കുന്നത് തന്നെ ഹൃദയത്തിൽ നിന്നാണെന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ തഖ്വയാകാൻ ഒരു മനുഷ്യന് തഖ്വയുള്ള മനുഷ്യനാകാനായി ഏറ്റവും അനുയോജ്യമായ സമയം അത് റമദാൻ മാസം തന്നെയാണ്.